അഭിനയം സൂപ്പറാണ്. പിന്നെ ആസിഫ് അലിയും ജിമിനും പൊളിച്ചു, ഒരു രക്ഷയില്ല. പെർഫോമൻസ് ഗുഡാണ്, അൺപ്രഡിക്റ്റബിൾ ആണ്. ക്ലൈമാക്സ് സസ്പെൻസ് ത്രില്ലറാണ്. 2.5 മണിക്കൂർ എന്നുള്ള രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്തിരിക്കും. അടുത്തത് എന്തെന്ന് അറിയാനുള്ള ഒരു ഇതുണ്ട്. അത്യാവശ്യം കണ്ടോണ്ടിരിക്കും. നല്ല പടം, നല്ല എന്റർടൈൻമെന്റ്, നല്ല പടം. മൂവിയാണ്, നമുക്ക് ആകാംക്ഷ തോന്നും വീണ്ടും കാണാൻ. ഒരു പടമാണ്, ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. പിന്നെ ഈ ജസ്റ്റോയുടെ സാധാരണ ഒരു ഫീൽ ഗുഡ് മൂവി വെച്ച് നോക്കുമ്പം അതിൽ വിപരീതമായിട്ടാണല്ലോ, നല്ലൊരു ട്രൈ ആയിരുന്നു. അത് നല്ല രീതിയിൽ ഇറക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജിസ്റ്റോയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മറ്റേ OTT ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മച്ച് ബെറ്റർ ആണ്. പിന്നെ പടം നന്നായിട്ടുണ്ട്, നല്ലൊരു തിരക്കഥ ഇതുമൊക്കെ ഉണ്ട്. കൂടുതൽ പറഞ്ഞാൽ പിന്നെ സസ്പെൻസ് ആയിപ്പോ. നല്ല പടമാണ്, തിയേറ്ററിൽ കാണാൻ പറ്റിയ പടം. കോംബോ നമ്മൾ ഓൾറെഡി അനുരാഗ് കരിക്കുമ്പള്ളത്തിൽ ഇതിലെ കണ്ടുള്ളതാണ്. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഈഗോ ക്ലാഷ് ആണ് കാണിക്കുന്നത്, ബട്ട് അതല്ല ഫോക്കസ് ചെയ്യുന്നത്. അത് ആക്ച്വലി ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയാണ്. തിയേറ്ററിൽ കാണാനുള്ളതുണ്ട്, പഠിപ്പിക്കാനുള്ളതുണ്ട്. ലാഗൊന്നും ഇങ്ങനെ അധികമില്ല. ഓക്കെ, ചിത്രങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമാണ്. നല്ല പടം, നല്ല പിക്ചറാണ്. വലിയ വ്യത്യസ്തമായ അനുഭവമാണ്. എനിക്ക് ഇതുപോലൊരു പോലീസ് സ്റ്റോറി എവിടെ ഇറങ്ങിയിട്ടില്ല, മലയാള സിനിമ ഇറങ്ങിയിട്ടില്ല. തിരക്കഥ സൂപ്പർ, അതുമല്ല അഭിനേതാക്കളുടെ പെർഫോമൻസ് എല്ലാം മികച്ചു നിന്നു. എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്നൊരു നല്ല, ഇതുവരെ ഇറങ്ങിയില്ല. ഞാൻ ഇതിൽ ടർബോ കൊണ്ട ആളാണ്, പക്ഷേ ടർബോയ്ക്ക് ഇപ്പോൾ മമ്മൂട്ടിയൊക്കെ ഒരു ഹൈപ്പ് കിട്ടിയെങ്കിൽ പോലും സിനിമ എന്ന രീതിയിൽ അതിനേക്കാൾ ഒരുപാട് മുകളിലാണ് തലവൻ നിൽക്കുന്നത്. സൂപ്പർ, അടിപൊളി സിനിമയായിരുന്നു. അടിപൊളി പടമാണ്. അതായത് ആദ്യം അവസാനം വരെ നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ എന്തോ നടക്കുന്ന പോലും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. നല്ല അടിപൊളി പടം. അതായത് ഒരു ബോറിങ്ങും ഇല്ല, ഒന്നുമില്ല. ഇൻ്റർവെല്ലിന് പോലും നമുക്ക് എണ്ണിച്ചും പോകാൻ പറ്റുന്നില്ല. അതേ ആലോചന അടുത്ത് എന്താ നടക്കാൻ പോലെ എന്നുള്ളൊരു കോംബോ. എക്സലൻറ്റ് കോംബോ. ഇത് എങ്ങനെയാണ് സംവിധാനം ഇങ്ങനെ ഒരു കോംബോ വർക്കൗട്ട് ചെയ്യാൻ പറ്റി എന്നുള്ള ഐഡിയ നമുക്ക് മനസ്സിലാവുന്നില്ല. ആയിരുന്നു വീട്ടിൽ മാത്രമുള്ളായിരുന്നു. ഈ പടം എന്തായാലും 10/10 ആണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇത്രയ്ക്ക് സൂപ്പറാണ്. ഒരു 2% പോലും ലാഗില്ല. പെർഫെക്റ്റ്. നല്ല മൂവിയായിരുന്നു, കുഴപ്പമില്ല, നല്ലതായിരുന്നു. ഷുഡ് ഇംപ്രൂവ് ആക്കാമായിരുന്നു എൻ്റെ ഒപ്പീനിയൻ. മിക്സ്ഡ് ഒപ്പീനിയൻസ് ഉള്ള മൂവിയാണ്. ആൻഡ് ഒരു 7.5 കൊടുക്കും. സെക്കൻഡ് ഹാഫ് അങ്ങനെ എനിക്ക് തോന്നിയില്ലായിരുന്നു. ബാക്കിയുള്ളവരുടെ ഒപ്പീനിയൻ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ, എനിക്കറിയത്തില്ല. ഇപ്പോൾ ഒരു ഏജ് വൈസ് അത് ഡിഫർ ചെയ്യാം. ഇപ്പോൾ എനിക്ക് പിന്നെയും കണ്ടിരിക്കാം, കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ. ബട്ട് സ്റ്റിൽ ലൈക്ക് ഒരു സിനിമ പ്രേമിയാണെങ്കിൽ എന്തായാലും കണ്ടിരിക്കാം. അല്ലാതെ എനിക്ക് അറിയത്തില്ല, ഓരോ ആൾക്കാരുടെ ഓരോ ഒപ്പീനിയൻ. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു 8 അല്ലെങ്കിൽ ഒരു 7.5 കൊടുക്കും. ആസിഫ് അലി നൈസായിരുന്നു, ആസിഫ് അലിനെ എടുത്ത് പറയണം, നല്ല അഭിനയമായിരുന്നു. അറിയാം, കൊള്ളായിരുന്നു, പിടിച്ചിരുത്താം. കോംബോ നന്നായിരുന്നു, നല്ലൊരു കോംബോ ആയിരുന്നു, മോശം പറയാനില്ല. സിനിമ കൊള്ളായിരുന്നു ബ്രോ, നല്ല അഭിനയമായിരുന്നു.